നവംബർ 1 കൂടി നമ്മുടെ സർക്കാർ സേവനങ്ങളെല്ലാം ഓൺലൈനായിട്ട് മാറുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ കൃഷിഭവനുകളും സ്മാർട്ട് കൃഷിഭവനായിട്ട് മാറാൻ പോവുകയാണ്. സ്മാർട്ട് കൃഷിഭവനാകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ പരിചയത്തിലുള്ള കൃഷിക്കാർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓൾറെഡി കൃഷിഭവനുകൾ സ്മാർട്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മാർട്ട് തന്നെയാണ്. അതായത് നമ്മുടെ പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസത്തിന് അപേക്ഷിക്കുന്നത്, വിള ഇൻഷുറൻസിന് അപേക്ഷിക്കുന്നത്, നെൽകൃഷി റോയൽറ്റിക്ക് അപേക്ഷിക്കുന്നത് തുടങ്ങിയതെല്ലാം ഇപ്പോഴും ഓൺലൈനായിട്ട് തന്നെയാണ് അപേക്ഷിക്കുന്നത്. ഇനി ഈ ഓഫീസായിട്ട് മാറുമ്പോൾ, അതായത് സ്മാർട്ട് കൃഷിഭവനായിട്ട് മാറുമ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങളും ഇനി പേപ്പർലെസ് ആയിട്ട് മാറാൻ പോവുകയാണ്. അതായത് ഇനി എല്ലാ അപേക്ഷയും നമുക്ക് ഓൺലൈനായിട്ട് മാത്രമേ ഇനി സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനായിട്ട് ഒരു കൃഷിക്കാരൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതിലാദ്യം ഒരു കൃഷിക്കാരൻ ചെയ്യേണ്ടത്, നിങ്ങൾ എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ID കിട്ടും. അതാണ് നിങ്ങളുടെ കർഷക രജിസ്ട്രേഷൻ ID നമ്പർ. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്കൊരു ലോഗിൻ ID ഉണ്ടായിരിക്കും ഏതൊരു കൃഷിക്കാരനും. അതായത് നമ്മുടെ PSCയിൽ ഓൺ ടൈം രജിസ്ട്രേഷനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഓരോ കൃഷിക്കാരനും ഓരോ യൂസർ IDയും പാസ്വേഡും. അപ്പോഴത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് രജിസ്റ്റർ ചെയ്യേണ്ടത് www.aims.kerala.gov.in എന്ന സൈറ്റിൻ്റെ അകത്ത് നമ്മൾ കയറി രജിസ്റ്റർ ചെയ്യുക. നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് പറയാം. ഇതിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ട രേഖകൾ, നമ്മുടെ ആധാർ വേണം, നമ്മുടെ വസ്തുവിൻ്റെ അതായത് നമ്മുടെ കൃഷിഭൂമിയുടെ കരമടച്ച രസീതിൻ്റെ കോപ്പി, ബാങ്ക് പാസ്ബുക്ക് വേണം, പിന്നെ നമ്മുടെ റേഷൻ കാർഡിൻ്റെ നമ്പർ, പിന്നെ നമുക്ക് നമ്മുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് പ്രൊഫൈലിൽ സ്കാൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൊടുക്കുന്ന മൊബൈൽ നമ്പർ, നമ്മൾ എപ്പോഴും വിളിച്ചിരുന്നാലും കിട്ടുന്ന മൊബൈൽ നമ്പറേ നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കാവൂ. നമ്മൾ ഓൺലൈനായിട്ട് സമർപ്പിച്ച അപേക്ഷയിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ നിങ്ങളെ വിളിക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുക്കേണ്ടത്. അതുകൊണ്ട് ആ മൊബൈൽ നമ്പർ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പറേ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇതിൽ പേയ്മെൻറ്റ്, അതായത് നമ്മളെ കൃഷിക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്നതെല്ലാം ഓൺലൈൻ പേയ്മെൻറ്റ് വഴിയാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു നാഷണലൈസ്ഡ് ബാങ്ക് അക്കൗണ്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ സ്വന്തം ഭൂമിയിലല്ല പാട്ടഭൂമിയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് എങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള രേഖ അതിൻ്റെ അകത്ത് സമർപ്പിക്കേണ്ടതാണ്. അതായത് നമ്മുടെ കൃഷിഭൂമിയുടെ പാട്ടക്കരാറിൻ്റെ കോപ്പി, അതിനോടൊപ്പം തന്നെ പാട്ടക്കരാറ് നമ്മൾ ആ പാട്ടത്തിനെടുത്ത ഭൂമിയുടെ കരമടച്ച രസീതിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ അകത്ത് സ്കാൻ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് നമ്മുടെ ഫോട്ടോയൊക്കെ കൊടുത്ത് നമുക്ക് അതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിതിൽ കൃഷിയുടെ വിവരങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ 10 സെൻറ്റ് സ്ഥലത്ത് വാഴയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 10 സെൻറ്റ് ഭൂമിയിൽ 100 വാഴ നിൽക്കൂ. അതായത് 1 സെൻറ്റിൽ 10 വാഴയാണ് പരമാവധി നിൽക്കുന്ന എണ്ണം. ഞാനിപ്പോൾ ഏത്തവാഴയുടെ കാര്യമാണ് പറഞ്ഞത്. അതാണെങ്കിൽ 1 സെൻറ്റിൽ 10 വാഴ, അതുകൊണ്ട് 10 സെൻറ്റിൽ 100 വാഴ. അപ്പോഴും നിങ്ങൾ ഏത് കാർഷിക വിളയാണ് നമ്മൾ അതിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്, ആ വിളയുടെ ക്വാണ്ടിറ്റി കൃത്യമായിട്ട് തന്നെ കൊടുക്കുക. ഇതിൽ തെറ്റ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ അപേക്ഷ റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൃഷി ഓഫീസിൽ തന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ വിളയുടെ വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. എപ്പോഴും നിങ്ങൾ കൃഷി ഓഫീസിലെ ഒരു ഫോൺ നമ്പർ കയ്യിൽ കരുതിയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള വിവരം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ വീഡിയോ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിലോട്ട് കൂടുതൽ പോകുന്നില്ല. നിങ്ങൾ അതൊന്ന് കണ്ട് മനസ്സിലാക്കുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂസർ ID സൂക്ഷിക്കുക. അതാണ് നമ്മുടെ കർഷക രജിസ്ട്രേഷൻ ID. അതിൻ്റെ പാസ്വേഡ് നമ്മൾ സൂക്ഷിക്കുക. പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ യൂസർ നെയിം മറന്നുപോയി കഴിഞ്ഞാലോ നമുക്ക് തിരിച്ചെടുക്കാനൊക്കെ പറ്റും. അതെങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും സംശയമുള്ളവർ അതെടുത്തൊന്ന് കണ്ടു നോക്കുക. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് തന്നെയാണ് ഇതിൽ വിള ഇൻഷുറൻസ് ഒക്കെ ചെയ്യേണ്ടത്. അത് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാ കൃഷിക്കാരും മൊബൈലിൽ നമ്മുടെ എയിംസ് പോർട്ടലിൻ്റെ ഒരു മൊബൈൽ ആപ്പ് തന്നെയുണ്ട്. അത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ആ ആപ്ലിക്കേഷൻ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ആ ആപ്ലിക്കേഷൻ വഴി വേണമെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനേ ഉള്ളൂ. കൃഷിക്കാരൻ്റെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ നിങ്ങൾ ദയവ് ചെയ്ത് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത അപേക്ഷയുടെ സ്റ്റാറ്റസ് നമുക്ക് ഓഫീസിലൊന്നും പോകാതെ തന്നെ നമുക്ക് മൊബൈൽ വഴി അറിയാൻ പറ്റും. പുതിയൊരു അപേക്ഷ അയക്കണമെന്നുണ്ടെങ്കിലും ആ അപേക്ഷ നമുക്ക് മൊബൈൽ വഴി അയക്കാൻ പറ്റും. അതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യണം എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതുകൂടെ ഒന്ന് നോക്കുക, ഡൗട്ടുള്ളവർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഞാൻ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോ ഇനിയും നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.